Welcome back to next video of NGRX. NGRXിൻ്റെ അടുത്ത വീഡിയോ ആണത്. തിയറി കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കലി നമ്മളിത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ കുറച്ച് കോഡ് എഴുതിയിട്ടുണ്ട്. ഞാനൊരു നെയിമും യൂസർ നെയിം പാസ്വേഡ് എഴുതിയിട്ട് ലോഗിൻ ചെയ്ത സമയത്ത് ഈ യൂസർ നെയിമും പാസ്വേഡും സ്റ്റോർ ആവുന്നു. സ്റ്റോർ ചെയ്യുന്ന ഈ വാല്യൂ നമ്മൾ തിരിച്ച് റിട്രീവ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പാസ്വേഡ് ഇട്ട് ലോഗിൻ ആവുന്നുണ്ട്. ലോഗിൻ പ്രസ് ചെയ്യുന്ന സമയത്ത് കൺസോൾ ലോഗിൽ ആ വാല്യൂ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കോഡ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് NG മോഡൽ വെച്ച് യൂസർ നെയിം പാസ്വേഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ലോഗിൻ ഡോട്ട് യൂസർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറാണ്. സ്റ്റോർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇൻ്റർഫേസ് എഴുതണം. നമ്മൾ ഇൻ്റർഫേസ് എഴുതാൻ പോകുന്നത് യൂസർ ഡോട്ട് ts എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് എക്സ്പോർട്ട് ഇന്റർഫേസ് യു ക്യാപിറ്റൽ യൂസർ, അതിനകത്ത് രണ്ട് വാല്യൂസ് ആണുള്ളത്. യൂസർ നെയിം which is of type string and പാസ്വേഡ് അതും ടൈപ്പ് സ്ട്രിംഗ് തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ആക്ഷൻ എഴുതണം. ആക്ഷൻ എഴുതിയാൽ മാത്രമല്ലേ റെഡ്യൂസറിലോട്ട് ആക്ഷൻ പോകത്തുള്ളൂ. യൂസർ ഡോട്ട് ആക്ഷൻ ഡോട്ട് ts, അതിനകത്ത് എക്സ്പോർട്ട് കോൺസ്റ്റന്റ് ലോഗിൻ ഈക്വൽ ക്രിയേറ്റ് ആക്ഷൻ of ലോഗിൻ പേജ് സ്പേസ് ലോഗിൻ. ഈ ലോഗിൻ പേജ് എന്ന് പറയുന്ന ആക്ഷൻ ഗ്രൂപ്പാണ്. നമ്മൾ കുറേ ആക്ഷൻസ് എഴുതുമ്പോൾ ചിലപ്പം ഒന്നിൽ കൂടുതൽ ആക്ഷൻസിനകത്ത് ലോഗിൻ പേജ് ഉണ്ടാവാം. ഈ ലോഗിൻ പേജിൽ നടക്കുന്ന ഒരു ഓപ്ഷനാണ് ലോഗിൻ എന്ന രീതിയിൽ. ലോഗിൻ പേജിലുള്ള ഓപ്ഷനകത്ത് ലോഗ് ഔട്ട് വരാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ ഒരെണ്ണം മാത്രമേ എഴുതുന്നുള്ളൂ. ക്ലോസ് പ്രോപ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ക്രിയേറ്റ് യൂസർ, ഈ രീതിയിലായിരിക്കും പ്രോപ്സ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രോപ്സ് ഓഫ് യൂസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് റെഡ്യൂസർ ആണ്. ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ആക്ഷൻ കൊണ്ട് എന്ത് വേണം, സ്റ്റോറിലോട്ട് എങ്ങനെ വാല്യൂ എഴുതണം എന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ റെഡ്യൂസറാണ്. റെഡ്യൂസറിനകത്ത് എക്സ്പോർട്ട് നമ്മൾ ആദ്യം ഒരു യൂസർ ഇന്റർഫേസ് ഡിഫൈൻ ചെയ്യാണ്. ആ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. നമ്മുടെ സ്റ്റേറ്റിനകത്ത് തൽക്കാലം യൂസർ ഓഫ് ടൈപ്പ് യൂസർ മാത്രമേ ഉള്ളൂ. അതായത് യൂസർ നെയിം പാസ്വേഡ് വരുന്ന യൂസർ മാത്രമേ തൽക്കാലം നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് വേണം. The initial state is of type auth state. ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. ശരിക്കും അൺഡിഫൈൻഡ് എന്ന് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അൺഡിഫൈൻഡ് ഇസ് നോട്ട് അസൈനബിൾ ടൈപ്പ് ഓഫ് യൂസർ എന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് ക്വിക്ക് ഫിക്സ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും യൂസിങ് പ്രോപ്പർട്ടീസ് യൂസർ നെയിമും പാസ്വേഡും വരുന്നുണ്ട്. രണ്ടും empty string ആണ്. രണ്ടും empty string ആയിട്ട് തന്നെ ഇരിക്കട്ടെ.
അല്ല ഞാനിപ്പോൾ സീറോ കൊടുക്കാം. ഈ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസർ എഴുതണം. എക്സ്പോർട്ട് കോൺസ്റ്റന്റ് ഓഫ് റെഡ്യൂസർ ഈക്വൽ ടു NGRX സ്റ്റോറിനകത്ത് ക്രിയേറ്റ് റെഡ്യൂസർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് റെഡ്യൂസർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് എഴുതുന്നത്. ക്രിയേറ്റ് റെഡ്യൂസർ ആദ്യം നമ്മൾ പാസ് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് സ്പേസ് ഓൺ. നമുക്കിവിടെ ആക്ഷൻസ് എടുക്കണമല്ലോ. അപ്പോൾ ആക്ഷൻസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോണം. ഇമ്പോർട്ട് സ്റ്റാർ ആസ് user action from dot slash user dot action. നമ്മുടെ ഓൺ എന്നുള്ള ഫംഗ്ഷനകത്ത് ഓൺ എന്ന് പറയുന്നത് NGR സ്റ്റോറിലെ ഫംഗ്ഷനാണ്. ഇതിനകത്ത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു യൂസർ ആക്ഷൻസ് ഡോട്ട് ആക്ഷൻസ് ആണ്. യൂസർ ആക്ഷൻസ് ഡോട്ട് ആക്ഷൻസ് ലോഗിൻ എന്ന് പറയുന്ന ആക്ഷൻ ഉണ്ടാവും. ലോഗിൻ എന്ന് പറയുന്ന ആക്ഷൻ കഴിഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റും അതിനകത്ത് ആക്ഷനും ആ ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റും ആക്ഷനും അക്സെപ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് പുതിയ സ്റ്റേറ്റ് ആണ്. നമ്മൾ ആക്ഷൻ്റെ കൂടെ ആക്ഷൻ ഡോട്ട് യൂസർ, ഈ ആക്ഷനകത്ത് പ്രോബായിട്ട് നമ്മൾ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? യൂസറിനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ ഡോട്ട് യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രോബ് ഇവിടെ വരും. അപ്പോൾ യൂസർ എന്ന് പറയുന്ന നമ്മുടെ ഓത്ത് സ്റ്റേറ്റിലെ യൂസറിലോട്ട് ആക്ഷൻ ഡോട്ട് യൂസർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പം ഇത് ഇനിഷ്യൽ സ്റ്റേറ്റും ഇതെല്ലാം ആയി. ഇനി നമ്മൾ ഈ ആക്ഷൻ ഡിസ്പാച്ച് ചെയ്യണമല്ലോ. app.component.ts വന്നിട്ട് വെയിറ്റ് എ മിനിറ്റ്, ഇത് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനൊരു ജോലിയും കൂടെ ഉണ്ട്. main.tsനകത്ത് നമ്മൾ ഈ ആപ്പ് കോൺഫിഗ് ഉണ്ടല്ലോ, ഈ ആപ്പ് കോൺഫിഗിന്റെ കൂടെ ഈ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. provide store provide state. The name to auth reducer എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ റെഡ്യൂസറിന്റെ പേര് ഓത്ത് റെഡ്യൂസർ. ഇവിടെ എന്താ ഒരു എറർ? അത് എക്സ്പോർട്ട് ആയിട്ടില്ല. ഇതിനകത്ത് ഓത്ത് റെഡ്യൂസർ എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് നമ്മൾ ഓത്ത് റെഡ്യൂസർ ഇട്ടു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെഡ്യൂസർ രജിസ്റ്റർ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷനകത്ത് ഈ app.component.ts എടുത്തു. app.component.tsനകത്ത് നമുക്ക് സ്റ്റോറിനെ ഓത്ത് സ്റ്റേറ്റുള്ള സ്റ്റോറിനെ നമ്മൾ store of old state
ഇനി സബ്മിറ്റിൻ്റെ കേസിൽ ദിസ് ഡോട്ട് സ്റ്റോർ ഡോട്ട് ഡിസ്പാച്ച് ഡോട്ട് ഡിസ്പാച്ചിനകത്ത് നമുക്ക് യൂസർ ആക്ഷനാണ് ഡിസ്പാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിവിടെ ആക്ഷൻ വിളിക്കണം. യൂസർ ആക്ഷൻസ് ഫ്രം ഇവിടെ യൂസർ ആക്ഷൻ ഡോട്ട് ലോഗിൻ ഓഫ്. അപ്പോൾ നമുക്കിവിടെ പാസ് ചെയ്യാനുള്ളത് യൂസറിന് ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്. കോൺസ്റ്റന്റ് യൂസർ ഓഫ് ടൈപ്പ് യൂസർ ഈക്വൽസ് username comma this dot username comma password comma this dot password. This is of type user, login of user. Within places അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്റ്റോറിനകത്തുള്ള വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോർ ഡോട്ട് സ്റ്റോർ ഡോട്ട് subscribe implies console.log of value in store comma value എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സൂര്യ ലോഗിൻ ചെയ്ത് നോക്കി F12 അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സൂര്യ ജ്യോതി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വാല്യൂ ഇൻ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പാച്ച് ആയിട്ട് വന്നിട്ടില്ല. ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കിക്കോട്ടെ. ഓക്കെ, നമ്മുടെ കൺസോൾ ലോഗാണ് കിടക്കുന്നത്, റിഫ്രഷ് ആയിട്ടില്ല. നമ്മുടെ ലേറ്റസ്റ്റ് ഡേറ്റ റിഫ്രഷ് ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു കമ്പൈൽ ചെയ്താൽ റെഡിയാവും. ഇവിടെ ഇപ്പോൾ സ്റ്റോർ ഡോട്ട് ഡിസ്പാച്ച് വന്നിട്ടുണ്ട്. DFG
HSJ ലോഗിൻ കൊടുത്തു. കൺസോളിനകത്ത് ആംഗുലർ വാല്യൂ ഇൻ സ്റ്റോർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് 2 തവണയും. സ്റ്റോറിലുള്ള വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ 2 വാല്യൂ സ്റ്റോറിലും പോയി വീണിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫുൾ കൺട്രോൾ, അതായത് ഇവിടെ സംഭവിക്കുന്ന ഫുൾ സെറ്റിങ്സ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് സെലക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതിലേക്ക് പോകുന്നതായിരിക്കും. അതായത് നമ്മളിവിടുന്ന് ആക്ഷൻസ് ഡിസ്പാച്ച് ചെയ്യുന്നു. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലോഗിൻ ആയിട്ടുണ്ട്, ഈ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആക്ഷൻ പറയുന്നത് ഈ കിട്ടുന്ന വാല്യൂ, യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്ന ഈ വാല്യൂ സ്റ്റോറിൽ കൊണ്ട് സ്റ്റോർ ചെയ്യണം എന്നാണ് ഈ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡ്യൂസർ വരും. റെഡ്യൂസർ നോക്കുമ്പോൾ യൂസർ ഡോട്ട് ലോഗിൻ, ഓക്കെ, ലോഗിൻ അകത്തുണ്ട്. ഇതിന് പ്രോബായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്തോ ചെയ്യണം, സ്റ്റോറിലേക്ക് ഇടണം. സ്റ്റോറിലേക്ക് ഇടേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത് യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോമാറ്റിൽ അത് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയാണ് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്നത്. ഇനി ഈ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് app.component.html ഞാനിവിടെ തൽക്കാലത്തേക്ക് സ്റ്റോർ ഡോട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോഴാണ് ഈ വാല്യൂസ് വരുന്നത്. പക്ഷെ നമുക്ക് സ്റ്റോർ ഡോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പകരം നമുക്ക് സെലക്ടേഴ്സ് എഴുതാൻ പറ്റും. user.selectors.ts export constant auth reducer equals to create, നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള create feature selector, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറിനെ നമ്മൾ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീച്ചർ സെലക്ടർ ചെയ്യുന്നത്. അതായത് ഓത്ത് സ്റ്റേറ്റിൽ വന്ന് കിടക്കുന്ന സ്റ്റേറ്റിൽ നമ്മൾ ഏത് വാല്യൂ ആണോ നമ്മൾ ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ app.config കൊടുത്ത വാല്യൂ ആണ്. app.config നമ്മൾ ഓത്ത് റെഡ്യൂസർ കൊടുത്തു. അത് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു. അപ്പോൾ ഫീച്ചർ റെഡ്യൂസർ എന്ന് പറഞ്ഞ് വരുന്നത് ഏകദേശം ഓത്ത് റെഡ്യൂസർ തന്നെയായിരിക്കും. ഓത്ത് റെഡ്യൂസറിനകത്തുള്ള വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഇനി എക്സ്പോർട്ട് കോൺസ്റ്റന്റ് username equals to create selector auth reducerനകത്തുനിന്ന് auth reducer ആ സെലക്ടർ നമുക്ക് പാസ് ചെയ്തിട്ട് auth reducer കിട്ടുന്ന വാല്യൂ ആണ് auth reducer implies റിട്ടേൺ ചെയ്യുന്നത് auth reducer user dot user. അപ്പം ഇവിടെ നമ്മൾ ഓത്ത് റെഡ്യൂസർ ഡോട്ട് യൂസർ നെയിം എന്ന് കൊടുത്തു. അപ്പം നമുക്കിവിടെ വരുന്നത് യൂസർ നെയിം എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പം ഈ യൂസർ നെയിം എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂസർ നെയിം എന്ന് പറയുന്ന ഒരു സെലക്ടർ ആണ്. നമ്മൾ ആ സെലക്ടറിനെ app.component.tsനകത്ത് എങ്ങനെ വിളിക്കുന്നതെന്ന് നോക്കാം. $= this dot store dot pipe ഇവിടെ വരുന്ന store dot pipe എടുത്തിട്ട് നമ്മൾ ആ സെലക്ടറിനെ ഇവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. select of user name. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് this dot
username dot subscribe value യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത യൂസർ നെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ ആ സെലക്ടറിനകത്ത് ഒന്നുകൂടെ പറയാം സെലക്ടർ എങ്ങനെയാണെന്നുള്ളത്. യൂസേഴ്സ് ഡോട്ട് സെലക്ടറിനകത്ത് നമ്മളൊരു ഫീച്ചർ സെലക്ടർ ആദ്യം ഡിസൈഡ് ചെയ്തു. ഫീച്ചർ സെലക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ആ മെയിൻ ഡോട്ട് ടി എസിനകത്ത് എന്താണോ റെഡ്യൂസറിന്റെ പേര് കൊടുത്തത്, മെയിൻ ഡോട്ട് ടി എസിൽ കൊടുത്ത സെയിം നെയിം ഓർ ഡോട്ട് റെഡ്യൂസർ തന്നെയാണ് യൂസർ ഡോട്ട് സെലക്ടറിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് യൂസർ നെയിം വരും. ആപ്പ് ഡോട്ട് കമ്പോണന്റ് ഡോട്ട് ടി എസിൽ വന്നിട്ട് നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യും. ഇതോടെ ഈ ഒരു ക്ലാസ് ഇവിടെ തീരുകയാണ്.